ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ AN ജ്വല്ലറീൻ്റെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ അബി ആദർശ് ജയിലിലാണെന്ന വിവരം നയനയോട് പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അയാൾ അങ്ങനെ തന്നെ ചെയ്യാണ് കേട്ടോ. അത് കേട്ട ഷോക്കിൽ നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അപ്പോൾ മുത്തശ്ശനും ആദർശിനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ നയന വന്നിട്ട് പറയും, മുത്തശ്ശ എനിക്ക് ഇപ്പോൾ ഒരു കോള് വന്നിരുന്നു, ആരാന്നൊന്നും പറഞ്ഞില്ല, ആദർശേട്ടൻ അവിടെ ജയിലിലാണെന്ന് പറഞ്ഞു എന്നങ്ങ് പറഞ്ഞതും അനന്തമൂർത്തി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് മോളെ ടെൻഷനാക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം വിളിച്ചതായിരിക്കും എന്ന്. അത് കേൾക്കുമ്പോൾ നയന പറയും, ഇല്ല മുത്തശ്ശ, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അല്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ വിളിക്കേണ്ടതല്ലായിരുന്നോ? ഇത്ര നേരമായിട്ടും എന്താ വിളിക്കാത്തത്? എന്നിട്ട് പറയും, അവിടെ എന്താ നടന്നതെന്ന് എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി നോക്കണം മുത്തശ്ശ. പ്രശ്നത്തിൻ്റെ നടുവിലേക്കല്ലേ ആദർശേട്ടൻ പോയത്. അങ്ങനെ പല ചിന്തകളും എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിരുന്നു. അവിടെ ആരെങ്കിലും കെണിയിൽ പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മൂർത്തി പറയുന്നുണ്ട് കേട്ടോ, ഗൾഫ് എനിക്കറിയാത്ത നാടൊന്നല്ലല്ലോ, അവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയും മോളെ. അപ്പോൾ നയന കരഞ്ഞുകൊണ്ട് പറയും, മുത്തശ്ശൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം, പക്ഷേ അവിടെ വലിയ വലിയ കോടീശ്വരന്മാർ പോലും അവിടുത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ പോലെ അല്ലല്ലോ മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, ഇപ്പോൾ നീ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കല്ലേ, ഞാനിപ്പോൾ തന്നെ അവിടേക്ക് വിളിച്ച് ആദർശിന് എന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, ആദർശേട്ടന് എന്തോ സംഭവിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശ അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വിളിക്കാത്തത്. അവരും ഇപ്പോൾ ടെൻഷനിലായിരിക്കും. ആദർശേട്ടൻ്റെ ശബ്ദം പോലും കേൾക്കാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ല മുത്തശ്ശ എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നയന അങ്ങ് ഉള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം ജയനോട് ആദർശിൻ്റെ അച്ഛൻ സംസാരിക്കുകയാണ് കേട്ടോ. ഇനി ആദർശിനെ ഞാൻ ഗൾഫിലേക്ക് വിടില്ല, അവൻ ജയിലിലാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി കൂടി അങ്ങോട്ടേക്ക് വരുവേ. ആ സമയത്ത് ജയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊക്കെ വെറുതെ ആരെങ്കിലും പറയുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ദേവയാനിയും അത് വിശ്വസിക്കുന്നില്ല. ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ മോളെ വിളിക്കാത്തത്? മണിക്കൂറുകളായിട്ട് മോള് ആദർശ് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇതുവരെ ആദർശ് വിളിച്ചില്ലല്ലോ. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അല്ലാതെ അവൻ വിളിക്കാതിരിക്കില്ല. അവൻ കുടുംബത്തെക്കുറിച്ച് ബോധമില്ലാത്തവനൊന്നുമല്ലല്ലോ. ഇതറിഞ്ഞിട്ടും അച്ഛൻ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്? അച്ഛന് ഗൾഫിൽ നല്ല സ്വാധീനമുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന അവിടെ തല ചുറ്റി വീഴാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴേക്കും പിടിക്കുവാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് വരികയാണ് ജലജ ചോദിക്കും, എന്താ ഏട്ടത്തി എന്ന്. അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയുടെ മുഖത്തൊക്കെ തളിച്ച് എഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, നീ കേൾക്കാൻ കൊതിച്ച സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോൻ ആദർശ് ജയിലിലാണ്, അത് നീ കേൾക്കാൻ കൊതിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജലജ പറയും, എന്താണ് എടത്തി, അത് ഞാൻ കേൾക്കാൻ കൊതിച്ച വാർത്തയാണോ? പിന്നല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ വല്ലാണ്ട് അങ്ങ് അഭിനയിക്കുവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ അബിയെ നേരെ ചെന്ന് വിളിക്കാട്ടോ, മോനെ അബി, ഇവിടെ ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അബി പറയും, അതിനുള്ള ആളെ ഞാൻ ഏർപ്പാടാക്കിയിരുന്നു, അവർ വിളിച്ച് നയനയോട് പറഞ്ഞു കാണും എന്ന് പറയുമ്പോൾ അത് തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു മരണ വീട് പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ അബിക്ക് അത് സന്തോഷമാവാണ് കേട്ടോ.